വിദ്വേഷ പ്രസംഗത്തിനെതിരെ സുപ്രീം കോടതി വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. വിദ്വേഷ പ്രസംഗം നടത്തിയതിലെ പ്രതിയാണ് കപിൽ മിശ്ര മന്ത്രിയായി ഡൽഹിയിൽ അധികാരമേൽക്കുകയാണ്. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് MP കൂടിയായ A റഹീം നമ്മോടൊപ്പം ചേരുകയാണ്. കപിൽ മിശ്ര മന്ത്രിയാവുകയാണ്. വിവാദപരമായ നിരവധി പ്രശ്നങ്ങളും പരാമർശങ്ങളും ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങളും നടത്തിയ ആളാണ് കപിൽ മിശ്ര. കടുത്ത വർഗീയ ധ്രുവീകരണത്തിലേക്കും തീവ്ര വർഗീയതയിലേക്കും BJP പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണിത്. രാജ്യത്തിന് വലിയ അപകടകരമാണ്. ജനാധിപത്യ ശക്തികളാകെ ഒന്നിക്കേണ്ട ഒരു സൂചനയാണ് ഇക്കാര്യത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഓർമ്മിപ്പിക്കുന്നത്. 2024 ഓരോ ഘട്ടത്തിലും അവർ വർഗീയത കൂടുതൽ കാണിക്കുന്നുണ്ട്. പക്ഷേ 2024 തിരഞ്ഞെടുപ്പിലെ അവർക്കുണ്ടായ പ്രതീക്ഷിക്കാത്ത തിരിച്ചടി തീവ്ര വർഗീയത വീണ്ടും ഉയർത്തിപ്പിടിക്കാൻ BJP നിർബന്ധമാക്കിയിരിക്കുന്നു, കൂടുതൽ ആവർത്തിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ കാണാം, സംഭൽ വരുന്നു. അതിനുശേഷം നിങ്ങൾക്കറിയാം വഖഫ് ബില്ല് ഇതാ പാർലമെൻറ്റിൽ വീണ്ടും അതൊരു പോളറൈസേഷൻ സബ്ജക്റ്റായി വീണ്ടും കടന്നു വരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ കപിൽ മിശ്രയെ മന്ത്രിയാക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. അങ്ങേയറ്റം അപലപനീയമാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഡൽഹിയിൽ ഏറ്റവും അപകടകരമായ ഒരു വർഗീയ കലാപത്തിലേക്ക് ഡൽഹിയെ നയിച്ചതിൽ അദ്ദേഹത്തിൻ്റെ കപിൽ മിശ്രയുടെ ഹേറ്റ് സ്പീച്ചിന് വലിയ സ്വാധീനമുണ്ട്. ഇന്ന് രാജ്യമാകെ അപലപിച്ചതാണ്, ജനാധിപത്യ ശക്തികളാകെ അപലപിച്ചതാണ്. പക്ഷേ അന്വേഷണ സംഘം കപിൽ മിശ്രയുടെ മൊഴിയും എടുത്തിരുന്നു. അതെ, അന്വേഷണ സംഘം മൊഴിയെടുത്തിരുന്നു. നീതിയുക്തമായ ഒരു അന്വേഷണമാണ് നടക്കുന്നതെങ്കിൽ കപിൽ മിശ്ര ജയിലിനകത്ത് കിടക്കേണ്ടയാളാണ്, ക്യാബിനറ്റിൽ ഇരിക്കേണ്ടയാളല്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ നീതിയുക്തമായ ഒരു അന്വേഷണം ഇന്നത്തെ ഇന്ത്യയിൽ നമുക്ക് പ്രതീക്ഷിക്കാനാകില്ല. പ്രത്യേകിച്ചും ഡൽഹി പോലീസ് എന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കയ്യിലെ പാവ മാത്രമാണ്. ഇതോടൊപ്പം കൂടിച്ചേർത്ത് പറഞ്ഞ ഇതുപോലെ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് ആരോപണം നേരിട്ട് കുറ്റപത്രം ഇട്ട പല ആൾക്കാരും JNU വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ജാമ്യം കിട്ടാതെ ഇപ്പോഴും ജയിലിൽ തന്നെ കിടക്കുകയാണ്. എല്ലാവരും അതാണ് ഞാൻ പറയുന്നത്, നീതിപൂർവമായ ഒരു നീതി നിർവഹണം നടക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇത്. കുറേ പേരെ പിടിച്ച് ജയിലിനകത്തിടുന്നു, കുറച്ച് പേരെ ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അന്നത്തെ ഡൽഹി ഈ പറയുന്ന കലാപവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിന് നേതൃത്വം കൊടുത്ത ഒരാളെ മത്സരിപ്പിക്കുന്നു നിയമസഭയിലേക്ക്, അദ്ദേഹത്തെ ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരുന്നു, പ്ലേസ് ചെയ്യുന്നു. അല്ല, വേറൊരു കാര്യമുണ്ട്. BJP വളരെ ചുരുക്കം സീറ്റുകളിലാണ് കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും ജയിച്ചത്. ഈ കഴിഞ്ഞ 7 പേരിൽ ഒരാളെ ബെസ്റ്റിനെ മാറ്റിയിട്ടാണ് അവിടെ ഈ ആൾക്ക് കപിൽ മിശ്രയ്ക്ക് സീറ്റ് കൊടുക്കുകയും കപിൽ മിശ്ര വിജയിച്ചു വരികയും ചെയ്യുന്നത്. ഞാൻ 2 കാര്യങ്ങളാണ് ഇതിൽ കാണുന്നത്. ഒന്നാമത് BJP രാഷ്ട്രീയമായി ചെലുത്തുന്ന വലിയ തോതിലുള്ള തീവ്ര വർഗീയത, ഞാൻ ആദ്യം പറഞ്ഞ ഭാഗം, അതിൻ്റെ കാരണങ്ങളിലേക്ക് പിന്നെ വിശദീകരിക്കാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്. BJP നേതാക്കളായി വരുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ മുമ്പിലൊരു ധാരണയുണ്ട്. ആ ധാരണ എന്താണ്? തീവ്ര വർഗീയത പറഞ്ഞാൽ കൂടുതൽ ടിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടും. അപ്പോൾ BJPക്കകത്ത് വന്നു ചേരുന്ന അവസരവാദികളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീവ്ര വർഗീയത പറയലാണ്. അപ്പോൾ തീവ്ര വർഗീയത പറഞ്ഞാൽ അവർക്ക് ഭയങ്കരമായ റെപ്യൂട്ടേഷൻ കിട്ടിയാണ്. ഇപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ്, ഇദ്ദേഹം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് വന്നയാളാണ്. ഇദ്ദേഹത്തെക്കാൾ സീനിയറായി എത്രയോ BJPക്കാർ ഈ ഡൽഹിയിൽ തന്നെയുണ്ട്, വർഷങ്ങളായി BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. പക്ഷേ അവരെക്കാളുള്ള ഇദ്ദേഹത്തിൻ്റെ യോഗ്യതയായി അധിക യോഗ്യത തീവ്രവർഗീയതയാണ്. അപ്പോൾ തീവ്രവർഗീയത വിളിച്ചു പറഞ്ഞാൽ ആളുകളെ വെടിവെച്ച് കൊള്ളണമെന്ന് പറഞ്ഞാൽ കേന്ദ്ര ക്യാബിനറ്റിലോ ഡൽഹി ക്യാബിനറ്റിലോ അല്ലെങ്കിൽ സംസ്ഥാന ക്യാബിനറ്റുകളിലോ ലഭിക്കും, പ്ലേസ്മെൻറ്റ് കിട്ടുമെന്നാണ്. ഇതൊരു അപകടകരമായ ധാരണയാണ്. അതിൻ്റെ അർത്ഥം BJPക്കകത്ത് പല പാർട്ടികളിൽ നിന്ന് വന്ന അവസരവാദികളും BJPക്കകത്ത് തന്നെയുള്ള ആളുകളും ഇനി ഇതൊരു വലിയ ടേക്കായവരെടുക്കും. അപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല, പലയിടത്തും നിങ്ങൾക്കിത് കാണാൻ കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഹേറ്റ് സ്പീച്ചിനെതിരെ, താങ്കൾ നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഹേറ്റ് സ്പീച്ചിനെതിരെ സുപ്രീം കോടതി പോലും അലർട്ടായിരിക്കുന്ന ഒരു സമയത്താണ്, ജാഗ്രതപ്പെടുത്തിയൊരു കാലത്താണ് ഹേറ്റ് സ്പീച്ചിൽ കുപ്രസിദ്ധി നേടിയ ഒരാളെ രാജ്യതലസ്ഥാനത്ത് BJP മന്ത്രിയാക്കുന്നത്. BJPയിൽ നിന്ന് ഇതിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കാനൊന്നുമില്ല. പക്ഷേ അതിനെതിരെ ജനാധിപത്യ ശക്തികൾ ശബ്ദമുയർത്തുകയും അതിനെ അപലപിക്കാൻ തയ്യാറാവുകയും ഒരു വിഭാഗം മാധ്യമങ്ങൾ അതിനെ ആഘോഷിക്കുകയാണ്. അത് നമ്മൾ അപകടപ്പെടുത്തുന്ന കാര്യമാണ്. ഇതിനെതിരെ ചോദ്യം ചെയ്യാൻ ജനാധിപത്യത്തിൽ 4th എസ്റ്റേറ്റ് ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ സോ കോൾഡ് നാഷണൽ മീഡിയയെല്ലാം ഇതിനെ തള്ളിപ്പറയാനോ വിമർശിക്കാനോ ക്രിട്ടിക്കലായി കാണാനോ കരുതുന്നില്ല. അപ്പോൾ അതിനവർ ഒക്കെയാണ്. മാത്രമല്ല, കപിൽ മിശ്രയ്ക്ക് കിട്ടിയ ഭൂരിപക്ഷത്തെയും നമ്മൾ ആ നിലയിൽ കാണണം. അപകടകരമായ ഒരു ഹിസ്റ്റീരിയ, ഒരു മുസ്ലിം വിരുദ്ധത, വർഗീയത ഒക്കെ മനുഷ്യ മനസ്സിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ശക്തമായി ഇതിനെ തുറന്നെതിർക്കേണ്ടതാണ്.
ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞൊരു ഭാഗം, എന്തിനാണ് BJP തീവ്രവർഗീയ കാർഡ് ഇറക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യത്തിൻ്റെ സാമ്പത്തിക അസമത്വം, ദാരിദ്ര്യം, ഭവനമില്ലാത്തവരുടെ കാര്യം, ഇങ്ങനെയുള്ള ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ, അത്തരം പ്രശ്നങ്ങളാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ താലിച്ചരട് പോലും എടുക്കും എന്ന് പറഞ്ഞ ഒരു നേതാവിൻ്റെ പാർട്ടിയിൽ നിന്ന് ഇതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഇല്ല, ഞാൻ പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് അതിനകത്തൊരു പ്രശ്നം, BJPയുടേതായ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. അത് BJP RSS ഡ്രിവനാണ്. അപ്പോൾ RSSൻ്റെ രാഷ്ട്രീയ അജണ്ട എന്താണ്? അത് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഒരു സെക്കുലർ പ്ലൂറൽ ഇന്ത്യ അല്ല അവർ വിഭാവനം ചെയ്യുന്ന ഇന്ത്യ. അപ്പോൾ അതിനാണ് അവർ ശ്രമിക്കുന്നത്. അവരുടെ പൊളിറ്റിക്കൽ മോട്ടോയാണത്. ഇനി അതിലേക്ക് അവർ നീങ്ങുമ്പോൾ തന്നെ അവർക്ക് ഭരണത്തിൽ തുടരണമെങ്കിൽ അത്തരം അധികാര മാറ്റങ്ങൾ, ഈ ഇന്ത്യൻ ഭരണഘടനയുടെ രൂപാകൃതിയാകെ മാറ്റണമെങ്കിൽ, അകലകുംപിടിയും മാറ്റണമെങ്കിൽ അവർക്ക് ഭരണത്തിൽ തുടരണം. ഭരണത്തിൽ തുടരണമെങ്കിൽ ജനം അനുവദിക്കണമല്ലോ. അപ്പോൾ ജനത്തെ പോളറൈസ് ചെയ്യണം. ജനം അജിറ്റേറ്റഡായി, ജനം അവരുടെ കൈവിട്ടു പോകുന്നു, അല്ലെങ്കിൽ പിന്തുണ വല്ലാതെ കുറയുന്നു, ജനവിരുദ്ധതയ്ക്കെതിരെ ജനം വോട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, പ്രതിപക്ഷ യൂണിറ്റി ഉണ്ടായിരിക്കുന്നു. ഇതെല്ലാം BJP വല്ലാതെ ചിന്തിപ്പിച്ചു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, 2019 അടുക്കുമ്പോഴേക്കും അവർ 24 അടുക്കുമ്പോഴേക്കും അവർ 2014 ശേഷം ഇതുവരെ വിളിക്കാതിരുന്ന NDAയുടെ വിശാല യോഗമെല്ലാം വിളിക്കാൻ നിർബന്ധരായി. അവർ അലർട്ടായി. എന്നിട്ടും പരമാവധി ശ്രമിച്ചിട്ടും ജനം അവർക്ക് പ്രഹരം കൊടുത്തു. അപ്പോഴെന്താണ്? തീവ്രവർഗീയ കാർഡ് വീണ്ടും ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണ്. അതാണ് വഖഫ് ബില്ല് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലും രാജ്യത്ത് ദുരിതവും വിലക്കയറ്റവും ബുദ്ധിമുട്ടുകളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ, തൊഴിലില്ലായ്മ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ അപകടകരവും തീവ്രവുമായ വർഗീയ നിലപാടുകളിലേക്ക് BJP പോകും എന്ന് നമ്മൾ കണ്ടുകൊള്ളണം. അതിന് ജനാധിപത്യ ശക്തികളാകെ ജാഗ്രതയാകണം. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിശാസൂചിക പോലെയാണ് ഇതാ വീണ്ടും ഞങ്ങൾ കൂടുതൽ തീവ്രവർഗീയതയിലേക്ക് പോകുന്നത്. അവസാനമായി ഒരു കാര്യം ചോദിച്ചോട്ടെ, MP MLA മാർ ഉൾപ്പെടുന്ന കേസുകൾ അതിവേഗം ഫാസ്റ്റ് ട്രാക്കായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് തീർപ്പ് കൽപ്പിക്കണമെന്നുള്ള കാര്യം സുപ്രീം കോടതി വിധി തന്നെയുള്ളതാണ്. അപ്പോൾ ഈ കപിൽ മിശ്രയുടെ വിഷയത്തിലും ഇതുപോലത്തെ ഒരു നീതി ഉണ്ടാകും എന്ന് കരുതുന്നുണ്ടോ? ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു അങ്ങനെ കരുതാൻ ഇന്നത്തെ ഇന്ത്യയിൽ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം BJP ഭരിക്കുന്ന, BJP ക്യാബിനറ്റ് റാങ്ക് കോംപ്ലിമെൻ്റായി കൊടുക്കുന്ന ഒരാൾ, BJPയുടെ നിയന്ത്രണത്തിലുള്ളൊരു ഗവൺമെൻറ്, അവർ കൊടുത്ത FIR-ന്മേൽ, ചാർജിന്മേൽ, അവർ കൊടുത്ത സാക്ഷിമൊഴി, ഇതെല്ലാം അവരാണല്ലോ ഫ്രെയിം ചെയ്ത കേസ്. അവർ ഫ്രെയിം ചെയ്ത കേസിൽ ഒരു കപിൽ മിശ്രയെ ശിക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കോടതി മുമ്പിൽ കോടതിയുടെ ഫെയർനെസ്സിനെ എനിക്ക് ചോദ്യം ചെയ്യാനാകില്ല, എനിക്കറിയില്ലത്. സാക്ഷികളുണ്ട് ഇദ്ദേഹം പ്രസംഗം നടത്തിയത്. അല്ല, ഞാൻ പറയുന്നതാണ്. പക്ഷേ ഫ്രെയിം ചെയ്യുന്നത് ആരാണ്? പ്രോസിക്യൂഷൻ ആരാണ്? പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് BJP ഡ്രിവനാണ്. BJPയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു BJP പോലീസുള്ള ഡൽഹി പോലീസിൻ്റെ കീഴിൽ അവർ തയ്യാറാക്കുന്ന പ്രോസിക്യൂഷനും അവർ തയ്യാറാക്കുന്ന സംവിധാനവും വെച്ച് ഏത് കോടതിക്കാണ് കപിൽ മിശ്രയെ ശിക്ഷിക്കാൻ എനിക്കറിയില്ല. ഇനി വരണമെന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. ഇന്ത്യ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. പ്രത്യേകിച്ചും സുപ്രീം കോടതിയുടെ സ്പിരിറ്റ് പറഞ്ഞ വിധിന്യായം ഉണ്ടല്ലോ, ഹെഡ് സ്പീച്ചുകൾക്കെതിരെ സുപ്രീം കോടതി ജാഗ്രതപ്പെടുന്നു. ജനാധിപത്യ ഇന്ത്യക്ക് നല്ല പ്രതീക്ഷ നൽകിയൊരു വിധിന്യായവും ജാഗ്രതയുമായിരുന്നു സുപ്രീം കോടതി ഭാഗത്തുണ്ടായത്. പക്ഷേ നിങ്ങൾ നോക്കൂ, സുപ്രീം കോടതി മുന്നോട്ട് വെച്ച ആ സ്പിരിറ്റിനെ അട്ടിമറിക്കുക കൂടിയാണ് കപിൽ മിശ്രയെ മന്ത്രിയാക്കുന്നതിലൂടെ ചെയ്യുന്നത്. ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി മാത്രമല്ല, സുപ്രീം കോടതിയോടുള്ള വെല്ലുവിളി കൂടിയാണ് BJP ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ജസ്റ്റിസ് KM ജോസഫിൻ്റെ വളരെ നിർണായകമായിട്ടുള്ള ഒരു വിധി പ്രസ്താവന തന്നെയായിരുന്നു വെറുപ്പിനെതിരെ എല്ലാവരും, എല്ലാ സംസ്ഥാനങ്ങളും വിദ്വേഷ പ്രസംഗത്തിൽ കേസെടുക്കണം എന്നുള്ള, വെറുപ്പ് വ്യാപിപ്പിക്കരുത് എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു ജസ്റ്റിസ് KM ജോസഫ് ചൂണ്ടിക്കാട്ടിയത്. ഇത്തരത്തിലുള്ള ഒരു നീതി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വിധിയെ അതിനെ ഒരു മറികടക്കുന്ന തരത്തിലുള്ള, ഇതിനെ അവഗണിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് കപിൽ മിശ്രയുടെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകിയതിലൂടെ BJP അവരുടെ നയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ജനാധിപത്യവാദികളും മതേതരവാദികളും ഉറക്കെ ഇതിനെതിരെ പ്രതിഷേധിക്കാനുള്ള പ്രധാന കാരണം. അതുൽ ചന്ദ്രനൊപ്പം D. ധനസ്മൂത്ത്, മീഡിയ 1, ഡൽഹി.